ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളുമായി LDF ജനപ്രതിനിധികൾ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തുന്നതിന് തീരുമാനിച്ചത്. എന്നാൽ അത് ബോധ്യമാകാത്തത് കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ്. ജനേകം എഡിറ്റോറിയലിലൂടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുക എന്നത് കേന്ദ്ര സർക്കാർ മൃഗയ വിനോദം പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായും ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലും അനുവദിക്കേണ്ട പല വിഹിതങ്ങളും തടഞ്ഞും പൊതു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രം ഒടുവിൽ ട്രഷറി നീക്കിയിരിപ്പിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള അനുമതിയാണ് നിഷേധിച്ചിരിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് 2 മാസം മാത്രം ബാക്കിയിരിക്കെ നിത്യനിദാന ചെലവുകൾക്കൊപ്പം ഉണ്ടായേക്കാവുന്ന അധിക ബാധ്യത കൂടി കണക്കാക്കി 4000 കോടി രൂപ ട്രഷറി നീക്കിയിരിപ്പിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള അനുമതിയാണ് സംസ്ഥാനം നേടിയത്. എന്നാൽ നേരത്തെയുള്ള വായ്പാ കണക്കുകളും മറ്റും ഉയർത്തിക്കാട്ടി അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വ്യവസ്ഥകൾ അനുസരിച്ച് 10000 കോടി രൂപ ഈ വിധത്തിൽ വായ്പ എടുക്കുന്നതിന് സാധിക്കുമെന്നിരിക്കെയാണ് ഈ അനുമതി നിഷേധം. പുറത്തുനിന്നുള്ള കടമെടുപ്പ് നേരത്തെ തന്നെ വിലക്കിയ കേന്ദ്രം വീണ്ടും സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ 7000 കോടി രൂപയെങ്കിലും വായ്പയിലൂടെ സമാഹരിക്കാമെന്നായിരുന്നു സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 1838 കോടി മാത്രം എടുക്കാനാണ് അനുമതി നൽകിയത്. തനത് വരുമാനം കഴിച്ചാൽ വൻ തുക അധികം വേണ്ടിവരുന്ന സമയമാണ് മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ അവസാന പാദം. മാർച്ചിൽ മാത്രം 20000 കോടി ആവശ്യമായി വരുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ട്രഷറിയിൽ ഉൾപ്പെടെ നിക്ഷേപമായുള്ള പൊതുപണത്തിന്റെ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പൊതുവായ്പ എടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നത്. എന്നാൽ ട്രഷറി നിക്ഷേപത്തിൽ നിന്ന് വായ്പ എടുക്കാൻ അനുവദിക്കാതെ ഇരട്ടത്താപ്പാണ് കേരളം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് അർഹമായി ലഭിക്കേണ്ട വിഹിതം നിഷേധിക്കുന്നതും വായ്പ എടുക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നതും ചരക്ക് സേവന നികുതി നഷ്ടപരിഹാരം ഇല്ലാതായതുമെല്ലാം പരിഗണിച്ച് തനത് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ബോധപൂർവമായ ശ്രമം സംസ്ഥാനം നടത്തുന്നുണ്ട്. 47000 കോടി രൂപയായിരുന്നു ഈ ഇനത്തിൽ മുമ്പ് ലഭിച്ചതെങ്കിൽ 2 വർഷത്തിനുള്ളിൽ 71000 കോടി രൂപയായി ഉയർന്നു. റവന്യൂ കമ്മി ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, ധനകമ്മീഷൻ എന്നിവ വഴി കേന്ദ്ര സർക്കാരിൽ നിന്ന് 1,00,000 കോടി രൂപ ലഭിക്കാനുമുണ്ട്. ധനകാര്യ കമ്മീഷൻ വിഹിതത്തിലും വലിയ കുറവുണ്ടായി. 13ാം ധനകാര്യ കമ്മീഷൻ വേളയിൽ 3.8% വിഹിതമെങ്കിൽ 15ാം കമ്മീഷൻ കാലയളവിൽ അത് 1.9% കുറച്ചു. ഇത് കാരണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതിൽ 21000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത്. എല്ലാ വകുപ്പുകൾക്കും വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ കേന്ദ്ര വിഹിതം ലഭിക്കാനിരിക്കുകയാണ്. കർഷകരിൽ നിന്ന് ആദ്യ സീസണിൽ നിന്ന് സംഭരിച്ചതിൽ സപ്ലൈകോയ്ക്ക് 1300 കോടിയാണ് കിട്ടാനുള്ളത്. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതികൾക്കായി 60:40 അനുപാതത്തിൽ കേന്ദ്രം അനുവദിക്കേണ്ടത് 826.02 കോടിയാണ്. NHMന് ക്യാഷ് ഗ്രാന്റായി അനുവദിക്കുന്ന 371.20 കോടി 4 തുല്യ ഗഡുക്കളായാണ് നൽകാറുള്ളത്. ഒരു ഗഡു 9.8 കോടി രൂപ. സാമ്പത്തിക വർഷത്തെ 3 പാദങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ഒരു ഗഡു പോലും നൽകിയിട്ടില്ല. ഈ ഇനത്തിൽ 278.4 കോടി രൂപ ലഭിക്കാനുണ്ട്. ഇങ്ങനെയെല്ലാം ഞെരുക്കുന്നതിനിടെയാണ് കേരളം സ്വന്തം ഉത്തരവാദിത്തത്തിൽ അടച്ചുവിടേണ്ട വായ്പ എടുക്കുന്നതിന് പോലും കേന്ദ്രം വിലങ്ങുതടി തീർക്കുന്നത്. ഇത് ബോധപൂർവ്വം നടത്തുന്നതാണെന്ന് BJP നേതാക്കളുടെ ന്യായീകരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ശമ്പളം, പെൻഷൻ, ചികിത്സാ സഹായങ്ങൾ, സാമൂഹിക പെൻഷൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളുമായി LDF ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തുന്നതിന് തീരുമാനിച്ചത്. എന്നാൽ അത് ബോധ്യമാകാത്തത് കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ്. അതുകൊണ്ടാണല്ലോ തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടും കേന്ദ്ര BJP സർക്കാർ ഇതേ സമീപനം സ്വീകരിച്ചിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുന്നതിന് പ്രതിപക്ഷം തയ്യാറാകാത്തത്. BJP ഇതര സംസ്ഥാന സർക്കാരുകളോടെല്ലാം കേന്ദ്ര സർക്കാർ ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നത് UDFന് ബോധ്യമില്ലാത്ത കാര്യമല്ല. നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയത്തിൽ UDF MPമാർ നിഷേധാത്മക സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയും തടസ്സപ്പെടുത്തുന്നതിൽ മനസ്സുകൊണ്ട് ചിരിക്കുകയും കേന്ദ്രത്തിലെ BJP സർക്കാരിനെ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന UDF ഫലത്തിൽ BJPയുടെ നടപടികളെ അംഗീകരിക്കുക മാത്രമല്ല, എണ്ണത്തിൽ കുറവാണെങ്കിലും തങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ വഞ്ചിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.